നമ്മളിങ്ങനെ ചൂടും സഹിച്ചിരിക്കുന്ന സമയത്താണ് ഈ റീല് കണ്ടു കേട്ടോ. ഇതിൽ ഇവർ പറയുന്നതേ മുകളിൽ ഐസ് ക്യൂബ് ഇടുമ്പോൾ ഇതുപോലെ ഫോഗ് പോലെ തണുത്ത കാറ്റ് വരുന്നതാണ്. ഒരു മിനി കൂളറാണ്. ഏതായാലും നമുക്കൊന്ന് ഓർഡർ ചെയ്ത് നോക്കിയാലോ. യെസ്, അപ്പോൾ ഇതാണ് സാധനം വരുന്നത് കേട്ടോ. അങ്ങനെ സാധനം നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതാട്ടോ, നോവ എന്നുള്ള ബ്രാൻഡിൻ്റെ ആണ്. എയർ കൂളർ ഫാൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിൽ. പിന്നെ മറ്റൊരുപാട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നല്ല ബോക്സുകൾ ഇതിൽ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ട്. പല ഓഫീസിലെ ബെഡ്റൂമിൽ, കിച്ചൺ, ഹോം, പല അതിൻ്റെ ഡിഫറൻസ് ആയിട്ടുള്ള ഭാഗങ്ങൾ അയച്ച് ക്ലീൻ ചെയ്യാനുള്ള ഭാഗങ്ങൾ. ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് പെർഫ്യൂമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് സ്മെല്ലുള്ള എയറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ മേലെ നമുക്ക് ഐസ് ക്യൂബ് ഇടാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോക്സ് പൊട്ടിച്ച് നോക്കാം. പിന്നെ മെയിനായിട്ട് തോന്നിയത്, ഇപ്പോൾ വീഴാൻ പോയി, മെയിനായിട്ട് തോന്നിയത് ഇത് ബാറ്ററിയിലല്ല കേട്ടോ വർക്ക് ചെയ്യുന്നത്. ഡയറക്റ്റ് നമ്മൾ 5 വോൾട്ട് കൊടുത്തിട്ടാണ്. 5 വോൾട്ടും 2 ആംപിയറുമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ചാർജറിലൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുക. ഏതായാലും ബോക്സിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്, ഞാൻ ഇവരോട്ട് യൂസ് ചെയ്ത് നോക്കിയത് കേട്ടോ. ഓക്കെ, എൻ്റെ യൂസർ മാനുവൽ ഇതിന് താഴെ ഉണ്ട്. യൂസർ മാനുവൽ ഏറ്റവും താഴെത്താം. യൂസർ മാനുവലിൽ അതിൻ്റെ യൂസേഴ്സും കാര്യങ്ങളാണ്, മാറ്റി വെക്കാം. യെസ്, ഇതാണ് സാധനം വരുന്നത് കേട്ടോ. മേലൊരു നമുക്ക് ക്യാരി ചെയ്യാനുള്ളൊരു ലെതർ ടൈപ്പ് ഒരു ക്യാരി കൊടുത്തിട്ടുണ്ട്, ഒരു പിടുത്തം. യെസ്, ഇതാണ്. വലിയ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല, വെയിറ്റ്ലെസ് ആണ്, തീരെ വെയിറ്റ് ഇല്ല. എന്ന് വെച്ചാൽ കുറച്ചെങ്കിലും വെയിറ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ഇതാണ് സംഭവം. ഇതിൽ മേലെ വരുന്ന ഈ ടോപ്പ് ഊരിയാൽ ഇതവിടെ നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് വെക്കാം. പിന്നെ ഫോഗും കാര്യങ്ങളും വരാനായിട്ടുള്ള ഭാഗമാണ് കേട്ടോ അത്. ഇവിടെ ഇങ്ങനെ കണ്ട് ഇത്തരത്തിലൊരു 5 ഹോൾ കൊടുത്തിട്ടുണ്ട്. ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഫോഗ് വരിക. പിന്നെ അതിൻ്റെ എയർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, സ്പീഡ് കൂട്ടുന്നും കുറക്കുന്നുണ്ടും, ഫോഗിനുള്ള ബട്ടണ്, പിന്നെ LED, ഇതിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ലൈറ്റിനുള്ള ബട്ടും കാര്യങ്ങളും, പിന്നെ ടൈമറും സെറ്റ് ചെയ്യുക. പിന്നെ ഇതിവിടെയാണ് കേട്ടോ അതിൻ്റെ ആ ഒരു പെർഫ്യൂം മാറ്റുന്ന ഭാഗം. പെർഫ്യൂം ഇവിടെ നമ്മൾ ആ ഒരു ലിക്വിഡ് ഇവിടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും പഞ്ഞിയിൽ എന്തെങ്കിലും ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇത് നേരെ ക്ലോസ് ചെയ്താൽ മതി. സംഗതി സിമ്പിളാട്ടോ. ഇത് യൂസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ സിമ്പിളാണ്. ഇത്ര പരിപാടി. പിന്നെ നമുക്ക് ഈ ഫാൻ അഡ്ജസ്റ്റ് ചെയ്യല് മാനുവലായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മേലക്കും താഴേക്കും ഈ രീതിയിലുള്ള റൊട്ടേഷനിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അറിയില്ലേ? ഏതായാലും സംഗതി സൂപ്പറാട്ടോ. ഏതായാലും നമുക്ക് കാറ്റുണ്ടോ ഇല്ല എന്നുള്ളത് അറിയണം. അപ്പോൾ ആദ്യം ഒന്ന് ഓൺ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു അഡാപ്റ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അഡാപ്റ്റർക്ക് കണക്ട് ചെയ്യുക. ആദ്യം 5 വോൾട്ട് ചാർജറിനോ എന്തെങ്കിലും 5 വോൾട്ട് എടുക്കുക. ഇത് ടൈപ്പ് സി ആണ് വരുന്നത്. അപ്പോൾ ടൈപ്പ് സിക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഐസ് ക്യൂബ് നമുക്ക് ഇടാം. ഐസ് ക്യൂബ് ഇടാനുള്ള ഓപ്ഷൻ ഇവിടെയാണ്. ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം കേട്ടോ. യെസ്, അപ്പോൾ നമ്മൾ ഐസ് ക്യൂബ് ഇട്ടല്ലോ. അപ്പോൾ ഐസ് ക്യൂബ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം നല്ലതാണ്. കാരണം അത് ഫോഗ് പോലെ വരണമല്ലോ. അപ്പോൾ ഇതിലിപ്പോൾ ഐസ് ക്യൂബ് കുറച്ച് നേരം നമ്മൾ വെച്ചപ്പോൾ തന്നെ അത് കുറേയൊക്കെ വെള്ളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കണില്ല, കുറച്ച് വെള്ളം അതിലുണ്ട്. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യുക. ആ അഡാപ്റ്റർ കണക്ട് ചെയ്ത് നേരെ ചാർജിങ് പോർട്ട് ഇവിടെ വരുന്നത്. ടൈപ്പ് സി ആണ്. ടൈപ്പ് സിക്ക് കണക്ട് ചെയ്യുക. ഇതാണ് ഇതിനകത്ത് LED വരുന്നത് കേട്ടോ. അപ്പോൾ ബ്ലിങ്ക് ചെയ്തത് ഓണായി എന്ന് അറിയാനുള്ള ആ ഒരു ബ്ലിങ്കിങ് ആണ്. അപ്പോൾ സംഗതി ഓക്കെ ആണ്. ഇനി ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫാന് വർക്ക് ചെയ്ത് ഓക്കെ, ഫാൻ ഓക്കെയാണ്. ഇനി ഫോഗ് വരുന്നുണ്ടോ നോക്കല്ലേ. ഫോഗിനുള്ള ബട്ടൺ ഇവിടെയാണ്. ഫോഗ് വരാം. ഫോഗ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഓരോ നെക്കലിനും കൂടുതലായിട്ട് വരും. ഇപ്പോൾ പറ്റ പോയി. ഇപ്പോൾ ഫുള്ള് പോയി. 1 2 3 മോഡുകളാണ്. മൂന്നാമത്തിൽ ഫോഗ് പോലെ അങ്ങനെ വരും. നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ എയറും ഇവിടെ ഫാനും കറങ്ങുന്നുണ്ട്. പിന്നെ നമുക്ക് പെർഫ്യൂംസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെയും പെർഫ്യൂം അറ്റാച്ച് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്തെടുത്താൽ മതി. പെർഫ്യൂം ആ ഒരു സ്മെല്ലിൽ നമുക്ക് കിട്ടും. പിന്നെ ഇവിടെ വരുന്ന സ്വിച്ച് LED-യുടേതാണ്. LED ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ LED ഉണ്ട്. അതിൻ്റെ സ്വിച്ച് നെക്കിനനുസരിച്ച് കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പല കളറും ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. രാത്രിക്കാണെങ്കിൽ ഞാൻ ലൈറ്റ് ഓഫാക്കി കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ലൈറ്റ് ഓഫ് ആക്കുകയാണെങ്കിൽ ലൈറ്റ് ഓഫ് ആക്കിയല്ല ഈ രീതിയിൽ പല കളറിലും നമുക്കിതാ ലൈറ്റ്സ് ഇങ്ങനെ ഉണ്ട് ഇതിൽ. പിന്നെ ഇതിലുള്ള മറ്റൊരു സ്വിച്ചസ് എന്താ വിചാരിച്ചാൽ ഇവിടെ ആയിട്ട് വരുന്ന സ്വിച്ചാണ്. ഇത് ടൈമറിനുള്ള സ്വിച്ച് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഈ എല്ലാ സ്വിച്ചസിൻ്റെയും കൂടെ തന്നെ മേലെ 3 ഇൻഡിക്കേഷൻസ് ഉണ്ട് LED-യുടെ. ആ ഓരോന്ന് നെക്കിനനുസരിച്ച് ഇപ്പോൾ ഫാനിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. 3 വരെ അഡ്ജസ്റ്റ് ചെയ്യുക.
അപ്പോൾ ഫുൾ സ്പീഡാണ് ഫാൻ കറങ്ങുന്നത് കേട്ടോ, ഈ ഒരു സ്പീഡ്. അപ്പോൾ അങ്ങനെയുള്ള അഡ്ജസ്റ്റിങ് കാര്യങ്ങൾ അത്തരത്തിലാണ് വരുന്നത്. പിന്നെ വരുന്നത് ടൈമറാണ്. ടൈമർ ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ മണിക്കൂർ ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് നല്ല കാറ്റുണ്ടോ വെച്ചാൽ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക, അത് പോട്ടെ. പക്ഷെ നമ്മൾ കാറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഞാൻ അതുപോലെ ടേബിളിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മളിപ്പോൾ വർക്കൊക്കെ ചെയ്യുകയാണ്, അതായത് ഒരു ടേബിളിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലൊരു സൈഡിലൊക്കെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വരുമ്പോൾ നല്ല കാറ്റും കാര്യങ്ങളാണ്. പക്ഷെ നമ്മളൊരു റൂമിൽ വെച്ചിട്ട് ഇത് ഉറങ്ങാൻ വേണ്ടിയിട്ട് കട്ടിലിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ബെഡിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ വലിയ കാറ്റൊന്നും കിട്ടില്ല. പക്ഷെ ഇങ്ങനെ വർക്ക് ഫ്രം ഹോം അങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ കിച്ചണിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ തൊട്ടടുത്തുണ്ടാവണം, ഇത്ര ഒരു ഡിസ്റ്റൻസിലെങ്കിലും ഈ ഫാൻ ഉണ്ടാവണം, എന്നാലേ നമുക്ക് കാറ്റും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. വലിയ കാറ്റും കാര്യങ്ങളും ഇല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ആ ഒരു ഇത് മാത്രം. പിന്നെ നല്ലൊരു കൂളിങ് വരുന്നുണ്ട്, അത് ഓക്കെ ഉണ്ടോ. ഈ ഒരു ഫോഗ്, ഈ ഒരു തണുത്ത ഫോഗ് വരുന്ന സമയത്ത് നല്ലൊരു കൂളിങ് കിട്ടുന്നുണ്ട്, അത് ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ ഈ സ്മെല്ലിൻ്റെ കാര്യം, നമുക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂം അതിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഏതായാലും സംഗതി കുഴപ്പമില്ല, ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ സംഗതി ഓക്കെയാണ്. മറ്റൊരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഈ ഒരു ഫാൻ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്തു. പക്ഷേ നമുക്ക് ഒരു അത്ര തോനെ പെർഫോമൻസ് ഒന്നും ഉണ്ടാവില്ല, ചെറിയൊരു കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ ഒരു ഓഫീസിൽ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെ ടേബിളിലൊക്കെ വെച്ചിട്ട് കാറ്റ് കിട്ടുന്ന രീതിയിലുള്ള കുറച്ചൊക്കെ അടുത്താണെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള കാറ്റ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ അത്ര വലിയ കാറ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്കറിയാം 5 വോൾട്ടിൻ്റെ ചെറിയൊരു ഫാനും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പവറും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല, ഓവറോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുമ്പോൾ സംഗതി കുഴപ്പമില്ല. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, താഴെ ലിങ്ക് ഉണ്ട്, അതിൽ പർച്ചേസ് ചെയ്യുക. ഏകദേശം ഒരു 600 രൂപയുടെ ഉള്ളിലായിട്ട് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നവർക്കൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇത് ക്ലീൻ ചെയ്യാനുള്ള കാര്യം വളരെ സിമ്പിളാണ്. ഈ ഒരു സംഭവം ഇതുപോലെ, ഈ ഒരു നെറ്റ് ഇതുപോലെ നമുക്ക് ഈ ക്ലിപ്പിൽ നിന്ന് ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. റിമൂവ് ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ആ ഫാൻ ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു കണ്ടൻറ്റായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.